ഒരു ജാഥ വേറെയും നടക്കുന്നുണ്ട്. ആ ജാഥ വികസന ജാഥ എന്നാണ് അതിന്റെ പേര്. പക്ഷെ വികസനമല്ലാത്ത മറ്റെല്ലാം ആ ജാഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് വികസന ജാഥയല്ല, അത് വിദ്വേഷ ജാഥയാണ് എന്നുള്ളത് അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ആ ജാഥ നടത്തുന്നത് കേരളത്തെ വികസിപ്പിക്കാനല്ല, ആ ജാഥ നടത്തുന്നത് കേരളത്തെ തമ്മിലടിപ്പിക്കാനാണ്. ഈ ജാഥ നടത്തുന്നത് കേരളം ഒരുമയോടെ പുതിയ വികസന സ്വപ്നങ്ങൾ കാണുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളെ കേൾക്കുന്ന ജാഥ. ഇന്ന് അവിടെ കൂടിയിരുന്ന ആളുകളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇതാണ് പൗരപ്രമുഖരുടെ മീറ്റിംഗ്. പൗരപ്രമുഖരെന്ന് പറഞ്ഞത് ആരാ? അവിടെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളി ഒരു അമ്മ അവരുടെ പ്രയാസം പറഞ്ഞു, അതാണ് പൗരപ്രമുഖ. അവിടെ ഹരിതകർമ്മസേനയുടെ പ്രയാസം പറഞ്ഞു, അതാണ് പൗരപ്രമുഖ. മത്സ്യത്തൊഴിലാളികൾ പ്രയാസം പറഞ്ഞു, അതാണ് പൗരപ്രമുഖർ. ആരോഗ്യ മേഖലയിലെ പ്രയാസങ്ങൾ പറഞ്ഞു, അതും പൗരപ്രമുഖരുടെ ഭാഗം. വ്യാപാരികൾ പറഞ്ഞു, വ്യവസായികൾ പറഞ്ഞു, തൊഴിലാളികൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഖാദിയിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു, ഹാൻഡ് വീവിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു, ഓരോരുത്തരും കച്ചവടക്കാർ പറഞ്ഞു. ഈ തലശ്ശേരി പട്ടണത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന 1400 വ്യാപാരികൾ, അവരുടെ പ്രതിനിധികൾ വന്നു. സ്ഥലം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായി വന്നിട്ട് അതിൽ തീരുമാനമാവാതെ വർഷങ്ങൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അവരുടെ സങ്കടക്കടല് അതവിടെ വന്ന് കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഒരു സർക്കാരില്ലായ്മക്കെതിരായി കേരളം നടത്തുന്ന മുന്നേറ്റം കൂടിയാണ് ഈ പുതുയുഗ യാത്ര. ഇത് കോൺഗ്രസിന് വേണ്ടിയോ ലീഗിന് വേണ്ടിയോ UDF വേണ്ടിയോ നടത്തുന്ന ജാഥയല്ല. ഇത് കേരളത്തെ വീണ്ടെടുക്കാൻ ഈ നാട്ടിലെ ജനതയുടെ അനുഗ്രഹത്തോടെ നടക്കുന്ന യാത്രയാണ്.